നമ്മൾ ഇന്ന് നമ്മുടെ ജേണി ദുർഗാപൂർ ടു കാൺപൂർ ആണ് ഗൈസ്. അപ്പോൾ അടുത്ത സ്റ്റേഷൻ 42 കിലോമീറ്റർ ആണ്. നമ്മൾ റോഡിലേക്ക് പയ്യ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, പെർഫെക്റ്റ്. നമ്മൾ ട്രെയിൻ പയ്യ ദുർഗാപൂർ ഉണ്ടോ ഗൈസ്? ദുർഗാപൂർ ഉണ്ട്. ഇതാണ് ഗൈസ് ദുർഗാപൂർ സ്റ്റേഷൻ. ഇവിടെ പയ്യെ നമ്മൾ ട്രെയിൻ എടുക്കുകയാണ് പുറത്തേക്ക്. അത്യാവശ്യം നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ട്രെയിൻ വന്ന് കയറിയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക്. ഒരു ട്രെയിൻ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ലോക്കോ ഇപ്പോൾ സ്റ്റേഷൻ കടന്നു ഗൈസ്. നമ്മുടെ ലോക്കോ സ്റ്റേഷൻ കടക്കുവാണ്. ഓക്കെ, നമ്മൾ ട്രെയിൻ പോണ്. ഗ്രീൻ സിഗ്നൽ പെർഫെക്റ്റ്. ഇരുട്ടാണോ ലൈറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് 49 സ്പീഡ് ലിമിറ്റ്. അപ്പോൾ ഗൈസ് ഇതിൽ നമ്മൾ മാക്സിമം നിയമം പാലിച്ച് നോക്കാനാണ് പോകുന്നത്. കാരണം നമുക്ക് ടൈം ഇത് കുറവാണ്. അതുകൊണ്ട് ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു 27 മിനിറ്റൊക്കെ പ്രതീക്ഷിച്ചോ. കാരണം അത്ര നേരം എടുക്കും. കാരണം നല്ല ലോങ് ഓട്ടോ ആണ് ഓടാൻ പോകുന്നത്. ഓണൊക്കെ അടിച്ച് പുറത്തേക്കാണ് ഗൈസ്. കാരണം ഈ വീഡിയോയിൽ അത്യാവശ്യം പിടിച്ചിടലുണ്ട്. കാരണം അത്യാവശ്യം നമ്മളെ പിടിച്ചിടും. കാരണം ഇതൊരു മെയിൻ റൂട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുള്ള വഴിയും കൂടി ആയതുകൊണ്ട് പിടിച്ചിടൽ കുറേ നിങ്ങൾ പ്രതീക്ഷിച്ചോ. പിടിച്ചിൽ അത്യാവശ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോ. കാരണം കുറേ നേരം പിടിച്ചിടും. കാരണം ഇതൊരു മെയിൻ റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. കാരണം ഇവിടെ സ്റ്റേഷൻ തൊട്ടടുത്താണ്. 22 കിലോമീറ്റർ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഷനും ദുർഗാപൂറും തമ്മിൽ 42 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രെയിൻ നല്ല സ്പീഡിലായിരിക്കും അവിടെ നിന്ന് നേരെ ഒന്ന് ദുർഗാപൂരിലേക്ക് കയറണം. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പിടിച്ചിട്ടുണ്ടാവും. റെഡ് സിഗ്നൽ തന്നെയാണ്. ഗ്രീനാണ്. നമുക്ക് പയ്യെ ട്രെയിൻ എടുക്കാം. ഓക്കെ, പയ്യെ റോഡിൽ കൊടുക്കാം. ഫോൺ അടിക്കാൻ. കാരണം ഇറങ്ങിക്കണവരൊക്കെ കയറട്ടെ. റോഡിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. നമുക്ക് 35 സ്പീഡ് ലിമിറ്റ് കിട്ടിയേക്കണത്. ഒരു 140 കിട്ടണമെങ്കിൽ പൊളിച്ച് സ്പീഡ് ലിമിറ്റ്. ട്രെയിനിൻ്റെ പോണ്. ഓക്കെ, നമ്മളൊരു വേറൊരു ഡീസൽ എൻജിൻ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ എറണാകുളം അവിടെ കിടക്കുന്ന ടൈപ്പ് ഡീസൽ ലോക്കോസ് ഇല്ലേ, ആ ടൈപ്പ് ലോക്കോ ഒന്ന് ഇറക്കാൻ നമുക്ക് കുറച്ച് പണിയുണ്ട്. കാരണം ആ ലോക്കോ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ലോക്കോ കിട്ടുന്നവരെ നമ്മൾ ഈ ലോക്കോ തന്നെയായിരിക്കും മിക്കവാറും എടുക്കണത്. രാവിലെ വന്നിട്ടുണ്ടല്ലേ പയ്യെ ലൈറ്റൊക്കെ പോയി. രാത്രി നമ്മൾ ലൈറ്റ് ഇട്ടാൽ മതി. മാർക്ക് ലൈറ്റ് ഓണാണോ എനിക്കറിയില്ല. ഡീസൽ ലോക്കോക്ക് മാർക്ക് ലൈറ്റ് ഉണ്ടോ ഒന്നും നോക്കിയില്ലല്ലോ. മാർക്ക് ലൈറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഇതിൻ്റെ ബാക്കിൽ 2 ചുമന്ന വട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്ത സ്റ്റേഷനിൽ ദുർഗാപൂർ എത്തി. ഇത് പറഞ്ഞ അടുപ്പിച്ച സ്റ്റേഷനിൽ ഗൈസ് നമ്മൾ ദുർഗാപൂർ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു ട്രെയിൻ. തൊട്ടടുത്ത സ്റ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, കണ്ട അധികം പോലും ഓടിയിട്ടില്ല. അപ്പോൾ തന്നെ ദുർഗാപൂരിലേക്ക് കയറുവാണ്. ഓക്കെ, ട്രെയിൻ ഇവിടെ നിർത്തലാന്ന് വിചാരിക്കുമെങ്കിലും നിർത്തി. ഓക്കെ, സ്റ്റേഷൻ 1. ഓക്കെ ഗൈസ്, വെയിറ്റിംഗ് ഫോർ പാസഞ്ചേഴ്സ്. ആള് കയറട്ടെ. സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റേഷൻ ദഹാൻബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അടുത്ത സ്റ്റേഷൻ നമ്മുടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ആ സ്റ്റേഷനിലേക്കുള്ള പോക്കാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ത്രോട്ടിലാണ് കയറുന്നത്. പിന്നെ അവിടെ റിവേഴ്സ് അടിച്ചിട്ടേക്കണമെന്ന് തോന്നുന്നു ആ സൈഡിലേക്ക് ഫുള്ളായിട്ട്. ഓക്കെ, ഇതൊരു മെയിൻ റൂട്ടാണ്. കാരണം ഈ ദുർഗാപൂരിൽ നിന്ന് കാൺപൂർ വരെ അത്യാവശ്യം നീട്ടുണ്ടെങ്കിലും ദുർഗാപൂരിൽ നിന്ന് കാൺപൂർ വരെ നീട്ടുണ്ട് അത്യാവശ്യം. പക്ഷേ ദുർഗാപൂരിൽ നിന്ന് 2-3 സ്റ്റേഷൻസ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഗയ വരെ ഇങ്ങനെ അടുത്തടുത്താണ് സ്റ്റേഷൻസ് ഉള്ളൂ.
അതുപോലെ തന്നെ ട്രെയിൻ നമുക്ക് 150 കിട്ടിയാലും 150 എടുക്കാൻ പറ്റത്തില്ല. കാരണം അത് കണ്ട 45 കിലോമീറ്ററിൽ അടുത്ത സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡ് എടുക്കുമ്പോൾ തന്നെ എത്ര 150ൻ്റെ സ്പീഡ് ലിമിറ്റ് ഇപ്പോൾ തന്നെ 65 സ്പീഡ് ലിമിറ്റ് കയറും. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കണ്ട പയ്യെ ആക്കോളൂ. കാരണം 150 എടുക്കേണ്ട ആവശ്യമുള്ളത് നിങ്ങൾ ഇപ്പോൾ നോക്കിക്കോട്ടെ. നമ്മുടെ ഈ സൈഡിൽ സ്പീഡ് ലിമിറ്റ് കയറാൻ വേണം വെറും 0.1 കിലോമീറ്റർ കണ്ട 65 കിലോമീറ്ററായി. തൊട്ടടുത്താണ് സ്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പയ്യെ ട്രെയിൻ പോകണുള്ളൂ. നമ്മൾ സ്പീഡ് ലിമിറ്റ് നോക്കി ട്രെയിൻ എടുക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയത്ത് സ്റ്റേഷനിൽ കയറാത്തതുകൊണ്ട് നമ്മൾ സ്പീഡ് ലിമിറ്റ് നോക്കാം. പക്ഷേ സിഗ്നലൊക്കെ നമ്മൾ വലിക്കും. നമ്മൾ നന്മകളായതുകൊണ്ട് പല സിഗ്നലും വെട്ടിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മുടെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2-3 സിഗ്നലൊക്കെ തെറ്റിപ്പോകാറുണ്ട് നിർത്തണത്. കാരണം നമ്മൾ പയ്യ ട്രെയിൻ സ്ലോ ആക്കിയിട്ടുണ്ട്. ഒരു കിടിലൊരു വളവാണിത്. കാണിച്ചു തരാൻ കണ്ടാവും. ഒരു സൂപ്പർ കിടിലൻ വളവാണ്. ഈ വളവിലൊക്കെ ട്രെയിൻ പറന്നൊരു 150 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ പെറുക്കിയെടുക്കാം. കാരണം പൊളിഞ്ഞ് നാശമായി പോകും. പളം തെറ്റാൻ സാധ്യത കൂടാം അങ്ങനത്തെ വളവിലൊക്കെ ഗൈസ്. അതുകൊണ്ട് തന്നെ വളവിലൊക്കെ പാളം തെറ്റുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ പയ്യാണ് ട്രെയിൻ എടുക്കുന്നത്. 35 സ്പീഡ് ലിമിറ്റ് തന്നെ. വീണ്ടും നമ്മൾ കുറച്ച് ഇടിച്ച് എടുക്കുകയാണ്. സ്കൈ വ്യൂ കാണിച്ചു തരാൻ കണ്ട അല്ല കിടിലൻ കർവാണ്. ഓ ഗൈസ് പരസ്യം വന്നു ഗൈസ്. ഇതേപ്പോൾ അവിടെ നിന്ന് നമ്മൾ പയ്യെ ഇറക്കുവാണ് പുറത്തേക്ക്. ഓക്കെ പരസ്യം കയറി വന്നത് അത് കേട്ടോ. ഓണടിച്ചൊക്കെ എടുത്താൽ മതി. 45 തന്നെയാണ് നമ്മൾ പൊട്ടിക്കണത്. ഹോൺ ശരിക്കും ഓൺ അടിച്ച് നമ്മൾ വിടുകയാണ് സ്റ്റേഷൻ എത്താറായതുകൊണ്ട്. ഓക്കെ റോഡിൽ നമ്മൾ കൂട്ടി കൊടുക്കുകയാണ്. 35 സ്പീഡ് ലിമിറ്റ് കയറിയേക്കണമെങ്കിലും. ഓ 45 തന്നെ കയറിയാൽ മതി. കാരണം വേറെ ഒന്നുമല്ലാതെ ഞാൻ പറഞ്ഞില്ല ഇതൊരു മെയിൻ ട്രാക്കാണ്. അതുകൊണ്ട് തന്നെ പിടിച്ചുള്ള കൂടുതലായിരിക്കും ഇവിടെ. ഇതിപ്പോൾ അത് സ്റ്റേഷൻ എത്താറായപ്പോഴേക്കും നമുക്ക് ഇത് വന്നേക്കുവാണ്. 9 കിലോമീറ്റർ കൂടി സ്റ്റേഷനിലേക്ക്. ഒന്ന് പിടിച്ചിട്ടുണ്ടോ നോക്കട്ടെ. എനിക്കറിയില്ല എന്താണ് സ്റ്റേഷൻ സിഗ്നലായിരുന്നു കഴിച്ചത്. അപ്പോൾ സ്റ്റേഷൻ സിഗ്നലിലേക്ക് നമ്മൾ ദഹാൻബാദിലേക്ക് നമ്മൾ ഹോണടിച്ച് നമ്മുടെ തീവണ്ടി ചൂളം ഇട്ട് പുകയും ഇട്ട് പറന്നടിച്ച് കയറാം. ഇവിടെ 2 ട്രെയിനൊക്കെ ഇവിടെ 2 ട്രെയിൻ ഇട്ടേക്കുവാണ്. കോച്ച് എനിക്ക് തോന്നുന്നത് മറ്റേ ലോക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞ ട്രെയിനൊക്കെ ആയിരിക്കും കിടക്കുന്നത്. 2 എണ്ണം കിടക്കുന്നുണ്ട്. ഹോണടിച്ച് അങ്ങോട്ട് കയറുവാണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റേഷൻ. അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് ഇവിടെ നിന്ന് എനിക്ക് ഇന്ന് PJ എന്നു പറഞ്ഞ സ്റ്റേഷനാണ്. നമ്മുടെ ട്രെയിൻ അനൗൺസ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അനൗൺസ്മെൻറ്റ് റോഡിൽ കുറയ്ക്കുകയാണ്. ഓക്കെ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഈ സ്റ്റേഷനിലും കയറിയിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ പാസഞ്ചേഴ്സ്. ഓക്കെ ലാഗ് ഉണ്ടല്ലേ ചെറുതായിട്ട്. ഓക്കെ നമ്മുടെ സിഗ്നൽ കയറിയിട്ടില്ല. ഓക്കെ സിഗ്നലും കിട്ടി. ഓക്കെ പയ്യെ ഇവിടെ നിന്ന് ട്രെയിൻ എടുക്കാം. 2 മിനിറ്റ് ഉള്ളൂ ഗൈസ്. ഗയ ഞാൻ പറഞ്ഞില്ലേ ഗയ 200 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗയയിലേക്കാണ് ഏറ്റവും കൂടുതൽ ദൂരം. ഇപ്പം അത്യാവശ്യം സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട് കണ്ട 150 സ്പീഡ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കൊടുത്തങ്ങോട്ട് വിടാം. ഇപ്പോൾ 2 ട്രെയിൻ നമുക്ക് ഇപ്പോൾ 2 ട്രെയിനും നമ്മൾ പിടിച്ചിട്ടില്ലേ ഗൈസ്. 2 ട്രെയിനോ ഒരു ട്രെയിൻ എനിക്ക് ഓർമ്മയില്ല. 2 ട്രെയിനോ ഒരു ട്രെയിനുണ്ട് നമ്മളിപ്പോൾ തന്നെ പിടിച്ചിട്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കാൻ മനസ്സിലാവും. 2-1 ട്രെയിനുണ്ട് നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. 150 നമുക്ക് പക്ഷേ കിട്ടിയെങ്കിൽ അത് വെറും 10 കിലോമീറ്റർ കണ്ട് 150 ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 150 കയറിയില്ല. ഈ 45 സ്പീഡിൽ തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റാണ് ഓഫ് ചെയ്തല്ലേ ഇട്ടായിരുന്നു. അകത്ത് ലൈറ്റ് ഇട്ടിട്ടിരുന്ന ശോകമാണ്. അതൊരു ഗെയിമിൻ്റെ കുഴപ്പമാണ്. അകത്ത് ലൈറ്റ് ഇട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഗൈസ്. പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റ് കയറുവാണെങ്കിൽ ആൾക്കാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ചേട്ടാ റൈഡൊക്കെ കിട്ടുമല്ലേ? ഒരു പ്രോ ലോക്കോ പൈലറ്റ് വണ്ടി ഓടിക്കണം. നിങ്ങളൊന്നും പേടിക്കണം. നിങ്ങളൊക്കെ സേഫായ ആളുടെ കയ്യിൽ. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പറക്കാൻ പോകാൻ പിടിച്ചിരുന്നോ നിങ്ങൾ? 150 ഇപ്പോൾ എടുക്കണേന്നൊക്കെയാണ് പറയണത് ഗൈസ്. നമ്മൾ എടുക്കുകയാണ്. ഒരു തുരങ്കത്തിലേക്ക് കയറാൻ പോകുന്നു. ഗയയിലേക്കുള്ള വഴിയിൽ ഒരു തുരങ്കം.
ഗൈസ് ഒരു തുരങ്കം. ഓ ഗൈസ് അടുപ്പിച്ചടുപ്പിച്ച് ഇഷ്ടം പോലെ തുരങ്കങ്ങളുണ്ട് ഗൈസ്. ഇഷ്ടം പോലെ തുരങ്കമാണ് അടുപ്പിച്ചടുപ്പിച്ച്. ഇത് അടുത്ത തുരങ്കം. ഈ വ്യൂ ഇട്ടൊക്കെയാണ് നമുക്ക് തുരങ്കം മര്യാദയ്ക്ക് കാണാൻ വേണ്ടി. അത്യാവശ്യം സ്പീഡ് നമ്മൾ ഈ വ്യൂവിലായിരിക്കും ഇനി ഫുള്ള് ഓടിക്കുള്ളൂ. ഓക്കെ വ്യൂ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഹാങ് ആയി പോയായിരുന്നു, അതുകൊണ്ട് വ്യൂക്ക് ചെറിയ കുഴപ്പമൊക്കെ വന്നെങ്കിൽ ഇപ്പോൾ അതേ ക്ലിയർ വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇടയ്ക്ക് ഗെയിം ഹാങ് ആവുന്നുണ്ട്. നമ്മുടെ ഈ സാധനം നമ്മുടെ ഈ ബോക്സ് ഹാങ് ആയിപ്പോയി. ഇങ്ങനെ നമ്മുടെ വ്യൂ മാറിപ്പോയി, ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ പോട്ടെ സ്പീഡ് ലിമിറ്റ് മാറിയിരുന്നോ? കുറപ്പിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല ഹൈറ്റിൽ കൂടെ പോണേ. താഴ്ത്തി നോക്കി മനസ്സിലാവും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇതിൽ ഇടാന്നോ സിഗ്നലൊക്കെ മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗ്രീൻ തന്നെയാണ് ഗൈസ്. തുരങ്കം വരുമ്പോൾ വ്യൂ മാറുന്നു ഗൈസ്. അത്യാവശ്യം വ്യൂള്ള തുരങ്കമാണ് ഗൈസ്. തുരങ്കം വരുമ്പോൾ തന്നെ വ്യൂ മാറിപ്പോകും. കിടിലം തുരങ്കം ഗൈസ്. തുരങ്കം വരുമ്പോൾ വ്യൂ മാറുന്നതാണെന്ന് എനിക്കറിയില്ല ഗൈസ്. അതൊരു കുഴപ്പമാണ്. തുരങ്കം വരുമ്പോൾ വ്യൂ മാറിപ്പോണ്. തുരങ്കത്തിൻ്റെ ആ ഒരു ലെവലിലേക്കാണ് വ്യൂ കൊണ്ടുവരുന്നത് ഈ സാധനം ഗെയിം. അത് ഗെയിമിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. 150 സ്പീഡ് ലിമിറ്റ്, 120 പോകുന്നുണ്ട്. 150 ഇപ്പോൾ തീരും. 60 ഇപ്പോൾ എവിടെയെങ്കിലും പിടിച്ചിടും എനിക്ക്. അതുകൊണ്ട് തന്നെ സ്പീഡാൻ പയ്യ കുറയ്ക്കുകയാണ്. അത്യാവശ്യം സ്പീഡുണ്ട്. പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിൽ കയറി കാണിച്ചാൽ അടുത്ത ഇല്ല. ഇപ്പോൾ സ്പീഡ് കുറച്ച് നമ്മൾ ലൈറ്റ് കിട്ടണേ. തുരങ്കം വരുമ്പോൾ ഗെയിം തന്നെ ഈ ഒരു വ്യൂ ഇടാണ്. നമ്മുടെ വ്യൂ 4ലേക്ക് ഇടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷോകാണ് ഗൈസ്. 12 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്. കാണിച്ചു തരാം ഗൈസ്. ഇതാണ്